Good afternoon. ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് നോക്കി. കാണാൻ പറ്റുന്നുണ്ടോ? ഷെയർ ചെയ്തേക്കുന്നേ ഇല്ല. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ ഇന്നലെ അല്ലെ? ഇന്നലെ നമ്മൾ ഫാർമസിയാണ് നോക്കിയത്. അപ്പൊ അതിന്റെ ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടു. ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. 4 പോയിന്റ് ഉണ്ടായിരുന്നു. 4 പോയിന്റ്സ് ആയിട്ട് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു. പിന്നെ ഫങ്ഷൻസ് അല്ലെ? ഫങ്ഷൻസ് അല്ലേ നോക്കിക്കൊണ്ടിരുന്നത്. അതില് എത്ര 7 പോയിന്റ്സ് നമ്മൾ ഇന്നലെ പറഞ്ഞു തീർത്തു അല്ലെ? 7 പോയിന്റ് വരെയല്ലേ നമ്മൾ പറഞ്ഞത്? 7 പോയിന്റ്സ് കംപ്ലീറ്റ് ആയി അല്ലെ? 7 എണ്ണം പറഞ്ഞു. ഓക്കെ. അപ്പൊ ഫാർമസിയുടെ ഫങ്ഷൻസ് പറഞ്ഞത് നമ്മൾ എന്താ ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞത്? ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്, പ്രൊവിഷനിങ്, പർച്ചേസിംഗ്, റിസീവിംഗ്, ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി ടെസ്റ്റ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഡ്രഗ്സുകൾ പർച്ചേസ് ചെയ്യുക, റിസീവ് ചെയ്യുക, ഇൻസ്പെക്ഷൻ നടത്തുക, ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക. അതിനുള്ള ഒരു വ്യവസ്ഥ ഉണ്ടാക്കുക. അത് ഒരു എന്താ പറയാ ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണുക. അടുത്തത് രണ്ടാമത്തെ പോയിന്റില് നമ്മൾ വിശ്വാസയോഗ്യരായിട്ടുള്ള സപ്ലൈസിനെ സെലക്ട് ചെയ്യുക. ഒത്തിരി സപ്ലയർമാരുണ്ടാകും. അതിൽ നമുക്ക് ട്രസ്റ്റ് വിശ്വാസയോഗ്യരായിട്ടുള്ള സപ്ലയർമാരെ സെലക്ട് ചെയ്യുക. അടുത്ത മൂന്നാമത്തെ പോയിന്റില് പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ഓഫ് ദ നീഡഡ് മെഡിസിൻസ്. ആവശ്യമായിട്ടുള്ള മെഡിസിൻസിന്റെ എസ്റ്റിമേറ്റ് നിർദ്ദേശിക്കുക, പ്രിസ്ക്രൈബ് ചെയ്യുക. അടുത്ത നോക്കിയേ, കീപ്പിംഗ് ഇൻഫർമേഷൻ ഓഫ് ക്വാളിറ്റി, മെഡിസിൻസിന്റെ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ എന്നിവയെ കുറിച്ചുള്ള വിവരങ്ങള് സൂക്ഷിക്കുക. പിന്നെ അടുത്തത് ക്വാളിറ്റി കൺട്രോൾ പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചർഡ് പ്രൊഡക്റ്റ്. പർച്ചേസ് ചെയ്ത മാനുഫാക്ചർ ചെയ്ത ഉൽപ്പന്നത്തിന്റെ മെഡിസിൻസിന്റെ ഒക്കെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുക, ഗുണനിലവാര നിയന്ത്രണം. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസ് ഇൻ ദ വാർഡ്. വാർഡിലേക്ക് മെഡിസിൻസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക, വിതരണം ചെയ്യുക. ഇത്രയും പോയിന്റ്സുകൾ 7 എണ്ണം നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലെ? ഇനി നെക്സ്റ്റ് നോക്കിയേ, 8th പോയിന്റ് എന്താന്ന് നോക്കിയേ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കമെന്റ്സ് ടു ഔട്ട് പേഷ്യൻസ്. ഔട്ട് പേഷ്യൻസിലേക്ക്, ഔട്ട് പേഷ്യന്റിന് മെഡിക്കമെന്റ്സ് എന്ന് പറഞ്ഞാൽ മരുന്നുകൾ തന്നെയാണ് കേട്ടോ, മെഡിസിൻസ് തന്നെയാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കമെന്റ്സ് ടു ഔട്ട് പേഷ്യൻസ്. ഔട്ട് പേഷ്യൻസിന് മരുന്നുകള് വിതരണം ചെയ്യുക. മെഡിക്കമെന്റ്സ്, മെഡിസിൻസ്, മരുന്നുകൾ തന്നെയാണ് മെഡിക്കമെന്റ്സ് എന്നുള്ളതിന്റെ മീനിങ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കമെന്റ്സ് ടു ഔട്ട് പേഷ്യന്റ്. ഔട്ട് പേഷ്യന്റിന് എന്ത് ചെയ്യുക? മരുന്നുകളൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുക. അടുത്ത് നോക്കിയേ, ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽസ്. ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിലെ മരുന്നുകളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു ഇൻഫർമേഷൻ നമുക്ക് തരുന്ന ഒരു സോഴ്സ് ആണ് ഈ ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത് അല്ലെ? അവിടെ ഒത്തിരി തരത്തിലുള്ള മരുന്നുകളുണ്ട്. ഫാർമസിയിലെ മരുന്നുകള്, അതിന്റെ സ്റ്റോക്ക് ലിസ്റ്റ് ഉണ്ട്. അവിടെയുള്ള മരുന്നുകള്, ഒത്തിരി തരത്തിലുള്ള മരുന്നുകള്, അതിന്റെ റിസർച്ച് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും, നമുക്കൊരു മരുന്നുകളെ കുറിച്ചുള്ള ഒരു സോഴ്സിന്റെ ഒരു ഉറവിടമാണ് ഫാർമസി എന്ന് പറയുന്നത്. ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ മരുന്നുകളെ കുറിച്ച് അറിയാൻ, അതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ തരുന്ന ഒരു ഉറവിടമാണ്, ഒരു സോഴ്സ് ആണ് ഫാർമസി. സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്. ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്, ഡ്രഗ് മരുന്നുകളുടെ ഉപയോഗമായിട്ടുള്ള ആ ഒരു പഠനങ്ങള്, മരുന്ന് ഉപയോഗങ്ങളുടെ ഒരു പഠന കേന്ദ്രമാണ് ഫാർമസി എന്ന് പറയുന്നത്. റിസർച്ച്, ഫാർമസിയുടെ തന്നെ റിസർച്ച് റൂമുണ്ട്.
അപ്പൊ അവിടെ എന്താ നമ്മൾ ആ ഓരോ മരുന്നുകളെ പുതിയ പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നു, മരുന്നുകളെ കുറിച്ചുള്ള മരുന്നിന്റെ ഉപയോഗമായിട്ടുള്ള പഠന രീതികള്, അതിന്റെയൊക്കെ എന്താ ഒരു സെന്റർ ആണ്, ഒരു കേന്ദ്രമാണ്. ഒരു മരുന്നുകളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള ഈ മരുന്നുകളെ കുറിച്ചൊക്കെ ഉള്ള ഒരു പഠന കേന്ദ്രം കൂടിയാണ് ഫാർമസി. അതും ഒരു ഫാർമസിയുടെ ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എഴുതാം. അടുത്ത നോക്കിയേ, ബ്രിങ് ഇൻ ഈസ്, അതില് ബ്രിങ് ഇൻ എന്ന് മതി കേട്ടോ, ഈസ് വേണ്ട അവിടെ. ബ്രിങ് ഇൻ പ്രാക്ടീസ് റെക്കമെൻഡേഷൻ ഓഫ് ദ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഫാർമസിയുടെയും തെറാപ്യൂട്ടിക് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിനൊക്കെ പഠിക്കാണ്ട് കേട്ടോ. ഒരു ഗ്രൂപ്പ് പ്രൊഫഷണൽ ചേർന്നിട്ട് നമുക്ക് പേഷ്യൻസിനൊക്കെ നല്ല കെയർ കൊടുക്കാനും നല്ല ക്വാളിറ്റിയിൽ മെഡിസിൻസ് അവൈലബിൾ ആക്കാനും പുതിയ പുതിയ മരുന്നുകള് നമുക്കത് ഡ്രഗ് ലിസ്റ്റിലേക്ക്, നമുക്ക് സ്റ്റോക്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താനും, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആ ഹോസ്പിറ്റലിൽ ഫാർമസിയിൽ ഓൾറെഡി ഉള്ള മരുന്നുകള്, അത് വേണ്ടാത്ത മരുന്നുകള് നമുക്കത് നീക്കം ചെയ്യാനും ഒക്കെ അതിനൊക്കെ വേണ്ടി ഒരു കമ്മിറ്റിയാണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽ പഠിക്കാണ്ട് അവിടെ ചീഫ് ഫാർമസിസ്റ്റ്, മെമ്പർ സൂപ്രണ്ട്, ഇവരൊക്കെ മെമ്പർമാരായിട്ടുള്ള അവരൊക്കെ ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്, ഈ ഫാർമസിയുടെയും തെറാപ്യൂട്ടിക് കമ്മിറ്റി, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെയും ശുപാർശകളും അവരെടുക്കുന്ന അവരുടെ ആശയങ്ങള്, ഈ ആ ശുപാർശകള് എന്ത് ചെയ്യുക, പ്രായോഗികമായി കൊണ്ടുവരിക. അത് ഫാർമസിയുടെ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഫാർമസിയിലെ എന്തൊക്കെ മരുന്നുകൾ അവിടെ സ്റ്റോക്ക് ചെയ്യണം, അത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയില് അവിടുത്തെ മെമ്പേഴ്സ് അവര് ആലോചിച്ച് തീരുമാനിച്ച ഏതൊക്കെ മരുന്നുകൾ, പുതിയ പുതിയ മരുന്നുകൾ വരുന്നുണ്ടല്ലോ, രോഗങ്ങൾ പുതിയത് കണ്ടെത്തുന്നതിനനുസരിച്ച് അതിനുള്ള മരുന്നുകൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ടുള്ള മരുന്നുകൾ ഏതൊക്കെ നമുക്ക് ഇനി ഫാർമസിയിലിട്ട് ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ ഏതൊക്കെ നമുക്ക് അതിൽ നിന്ന് നമുക്ക് കളയണം, ഇങ്ങനെയുള്ള തീരുമാനമൊക്കെ എടുക്കുന്നത് ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. അപ്പൊ ആ കമ്മിറ്റിയുടെ തീരുമാനം, അവരുടെ ശുപാർശയ്ക്ക് അനുസരിച്ച് ശുപാർശകള് എന്ത് ചെയ്യണം, പ്രായോഗികമായി കൊണ്ടുവരണം. ബ്രിങ് ഇൻ പ്രാക്ടീസ്, അത് പ്രായോഗത്തില് അവരെടുക്കുന്ന തീരുമാനങ്ങള് എന്ത് ചെയ്യും, ഫാർമസിയില് അത് നടപ്പാക്കണം, ഫാർമസിയില് അത് കൊണ്ടുവരണം. ഓക്കെ, അടുത്തതാണ് പേഷ്യന്റ് കൗൺസിലിംഗ്. പേഷ്യൻസിന് കൗൺസിലിംഗ് കൊടുക്കുക, മരുന്നുകളെ കുറിച്ച്, അതിന്റെ ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ അതിന്റെ എന്താ നമ്മളെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ അതിന്റെ ഓരോ ഡിസീസിനും ഇന്ന മരുന്നുകളുടെ ആ ഒരു പ്രാധാന്യം, ഇതൊക്കെ മൊത്തത്തില് മെഡിസിൻസിനെ കുറിച്ചൊക്കെ ഒരു പേഷ്യൻസിന് എന്ത് ചെയ്യുക, ഒരു കൗൺസിലിംഗ് കൊടുക്കാം. അതും ഫാർമസിയുടെ ഫങ്ഷൻസിൽ വരുന്നതാണ്, പേഷ്യന്റ് കൗൺസിലിംഗ്. അടുത്തത് കീപ്പിംഗ് ലിയേസൺ ബിറ്റ്വീൻ മെഡിക്കൽ, നേഴ്സിംഗ് ആൻഡ് ദ പേഷ്യൻസ്. മെഡിക്കൽ ആയിട്ടുള്ള നേഴ്സിംഗ്, പേഷ്യൻസ് ഇവരെല്ലാവരുമായിട്ട്, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവര്, നേഴ്സിംഗ്, പേഷ്യൻസ് എല്ലാവരും തമ്മിൽ ഒരു ബന്ധം നിലനിർത്തുക. ലിയേസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ലിയേസൺ എന്ന് പറഞ്ഞാൽ ബന്ധം, ഒരു റിലേഷൻ, എന്നിവർ തമ്മിൽ ഒരു റിലേഷൻ നിലനിർത്തുക. Okay, keeping liaison between medical, nursing and the patients. മെഡിക്കൽ ഫീൽഡിലുള്ളവരും നേഴ്സുമാരുമായിട്ടും പേഷ്യൻസും ആയിട്ടും എല്ലാവരുമായിട്ട് എന്താ ഒരു ബന്ധം, ഒരു റിലേഷൻ നിലനിർത്തുക. ഇത്രയും കാര്യങ്ങളാണ് ഫങ്ഷൻസിൽ വരുന്നത്. ആരും ഇത് ബൈഹാർട്ട് ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് പോയിന്റ്സുകൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചിലപ്പോൾ ചോദിക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻസ് നോട്ട് ചെയ്ത് തരാം കേട്ടോ. നിങ്ങൾക്ക് ഓരോന്ന് എടുക്കുമ്പോ എക്സാമിന് ചോദിക്കുന്ന ആ ഒരു സെക്ഷൻസ്, അല്ലെങ്കിൽ ഇതിനൊക്കെ ക്വസ്റ്റ്യൻസ് പ്രീവിയസ്ലി ചോദിച്ചിട്ടുണ്ടെന്നുള്ളത് ചാപ്റ്റർ എടുക്കുമ്പോൾ തന്നെ ആസ് യൂഷ്വൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ നോട്ട് ചെയ്ത് തരാം. ഓക്കെ, ആ സെക്ഷൻസ് ഒക്കെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം. അപ്പൊ ഇതാരും ബൈഹാർട്ട് ചെയ്യില്ല, ഇതിന്റെ പോയിന്റ്സുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി ഏതെങ്കിലും ആ ഫങ്ഷൻസിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ, ഏതെങ്കിലും പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞേല്, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഒന്ന് നോക്കി. ഔട്ട് പേഷ്യൻസിന് മരുന്നുകൾ വിതരണം ചെയ്യുക,
പിന്നെ അടുത്ത ഹോസ്പിറ്റലിലെ ഒരു മരുന്നുകളുടെ ഒരു ഇൻഫർമേഷൻ, മരുന്നുകളെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ തരുന്ന ഒരു സോഴ്സ് ആണ്. പിന്നെ അടുത്ത് പറഞ്ഞേക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റഡി, ഒരു യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്, സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്, മരുന്നുകളുടെ ഉപയോഗത്തിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പഠന കേന്ദ്രം കൂടിയാണ്. പിന്നെ അടുത്തത് ഫാർമസി തെറാപ്യൂട്ടിക് കമ്മിറ്റികൾ എടുക്കുന്ന ആ ശുപാർശകൾ അത് പ്രായോഗികമാക്കുക, അല്ലെങ്കിൽ അത് കൊണ്ടുവരിക. പിന്നെ പേഷ്യൻസിന് കൗൺസിലിംഗ് കൊടുക്കുക. മെഡിക്കൽ ഫീൽഡിലുള്ളവരും നേഴ്സിംഗ്, പേഷ്യൻസ് എല്ലാവരുമായിട്ടും ഒരു ബന്ധം നിലനിർത്തുക, നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ഇത്രയും ഫങ്ഷൻസിൽ വരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന അതിന്റെ ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. ഇതും അതെ കേട്ടോ. ഫങ്ഷൻസ് ഒന്ന് നോട്ട് ചെയ്യാം. ഒരു പ്രോജക്റ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇനി അടുത്ത ഒബ്ജക്റ്റീവ്സ് ആണ്, ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇതൊന്നും വൈകാട്ട് ചെയ്യണ്ട, ഇതിൽ നിന്നൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ് ഒന്ന് നോക്കി വെച്ചേ. ഓക്കെ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ്, ലക്ഷ്യങ്ങൾ എന്തൊക്കെയാ കാര്യങ്ങളാന്ന് നോക്കിയേ. ടു മേക്ക് ഷുവർ ദാറ്റ് ദ അവൈലബിലിറ്റി ഓഫ് റൈറ്റ് മെഡിക്കേഷൻ at the right time in the right dose at the minimum possible cost. എന്താ പറഞ്ഞേക്കുന്നേ? ടു മേക്ക് ഷുവർ ദാറ്റ് ദ അവൈലബിലിറ്റി ഓഫ് റൈറ്റ് മെഡിക്കേഷൻ, ശരിയായിട്ടുള്ള മരുന്നുകള് അതിന്റെ ലഭ്യത ഉറപ്പാക്കുക. ഓക്കെ, അറ്റ് ദ റൈറ്റ് ടൈം, ശരിയായ സമയത്ത് ശരിയായ ഡോസില് അത് അവർക്ക് പേഷ്യൻസിന് സാധ്യമായിട്ടുള്ള ആ കുറഞ്ഞ കോസ്റ്റില്, വില കൂടുതലല്ല, കുറഞ്ഞ കോസ്റ്റില്, മിനിമം പോസിബിൾ കോസ്റ്റ്, സാധ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ചെലവില് ശരിയായ ഡോസില് ശരിയായ സമയത്ത് ശരിയായ മരുന്നുകളുടെ അവൈലബിലിറ്റി, ലഭ്യത ഉറപ്പുവരുത്തുക. ക്ലിയർ ആയില്ലേ? ഫസ്റ്റ് പോയിന്റ്, to make sure that the availability of right medication at the right time in the right cost, right dose at the minimum possible cost. സാധ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ചെലവില്, കോസ്റ്റില് ശരിയായ ഡോസ് ശരിയായ സമയത്ത് ശരിയായ മരുന്നുകളുടെ ആ ലഭ്യത, അവൈലബിലിറ്റി ഉറപ്പുവരുത്തുക. രണ്ടാമത് നോക്കിയേ, to professionalize the operation of pharmaceutical services in a hospital. ഹോസ്പിറ്റലിലെ ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളുടെ പ്രവർത്തനങ്ങള് എന്താ ചെയ്യുക? പ്രൊഫഷണലൈസ് ചെയ്യുക. കുറച്ചും കൂടി എന്താ പ്രൊഫഷണലൈസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ മീനിങ്? എന്താണ് പ്രൊഫഷണലൈസ് ചെയ്യാന്ന് പറഞ്ഞ? കുറച്ചും കൂടി എന്താ പ്രൊഫഷണൽ മീനിങ്? പ്രൊഫഷണലൈസ് ചെയ്യാന്ന് പറഞ്ഞാ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട്, പ്രൊഫഷണൽ ആയിട്ട്, കുറച്ചും കൂടി നല്ല രീതിക്ക്, അതായത് നമുക്ക് അതിന്റെ പ്രൊഫഷണലൈസ് ചെയ്യാനായി എന്തിനാ? പേഷ്യൻസിന് നല്ല സാധ്യമായിട്ടുള്ള ഏറ്റവും നല്ല കെയർ ലഭിക്കാൻ, നല്ല മെഡിക്കേഷൻസ് അവർക്ക് അവൈലബിൾ ആക്കുക എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ് ഈ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ പ്രൊഫഷണലൈസ് ചെയ്യാന്നുള്ളത്. പ്രൊഫഷണലൈസ് ചെയ്യാന്നുള്ളത് ഉദ്ദേശിക്കുന്ന കുറച്ചുകൂടി അഡ്വാൻസ് ആക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ, നല്ല ക്വാളിറ്റിയോട് കൂടി, അല്ലെങ്കിൽ നല്ല രീതിയിൽ ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങള് നല്ല രീതിയിൽ തന്നെ എന്താ ഹോസ്പിറ്റലില് ഫാർമസ്യൂട്ടിക്കൽ സർവീസ് അതിന്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക, പ്രൊഫഷണലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, ടു പ്രൊഫഷണലൈസ് ദ ഓപ്പറേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളുടെ പ്രവർത്തനങ്ങള് പ്രൊഫഷണലൈസ് ചെയ്യുക. നല്ല നമ്മുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, പിന്നെ അതുപോലെ തന്നെ പേഷ്യൻസിന് നല്ല മെഡിക്കേഷൻസ് അവൈലബിൾ ആക്കുന്നതിനൊക്കെ വേണ്ടി ചെയ്യുന്നതാണ് ഈ ഫാർമസ്യൂട്ടിക്കൽ സർവീസ് പ്രൊഫഷണലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ഒരു ഉദ്ദേശം. ഇനി അടുത്ത നോക്കിയേ, ടു ആക്ട് ആസ് എ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫോർ മെഡിക്കൽ സ്റ്റാഫ്, നഴ്സിംഗ് and for patient on the usage of drugs, possible after effects, toxicity, hostile effect during drug interaction, etc. ഇവിടെ എന്താ തേർഡ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? എന്താ ഒബ്ജക്റ്റീവ് പറഞ്ഞേക്കണേ? ടു ആക്ട് ആസ് എ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുക, പ്രവർത്തിക്കുക. ആർക്കൊക്കെ? ഫോർ മെഡിക്കൽ സ്റ്റാഫുകൾക്ക്, ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക്, നേഴ്സന്മാർക്ക്,
ഫോർ ദ പേഷ്യൻസിനും ഒക്കെ ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുക. അപ്പൊ അവർക്ക് കുറച്ചും കൂടി മരുന്നുകളെ കുറിച്ചൊക്കെയുള്ള അവയർനെസ് കൊടുക്കാനും, പേഷ്യൻസിനാണെങ്കിൽ ഏത് രീതിയിലാണ് എങ്ങനെ മരുന്നുകൾ ഉപയോഗിക്കുക, യൂസേജ് ഓഫ് ഡ്രഗ്സിന്റെ ആ മരുന്നുകളുടെ ഉപയോഗം എങ്ങനെയാണ്, അതിന്റെ ആദ്യമായിട്ട് ആഫ്റ്റർ ഇഫക്ട്സുകള്, ടോക്സിസിറ്റി എന്ന് വെച്ചാൽ അതിന്റെ വിഷാംശം എന്നുള്ളത്. ഇപ്പൊ നമ്മൾ അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള മരുന്നുകൾ ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഹോസ്റ്റൈൽ ഇഫക്റ്റ് ഡ്രഗ് ഇന്ററാക്ഷൻ, ഡ്രഗുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, മരുന്നുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹോസ്റ്റൈൽ എഫക്റ്റ്, അതായത് വിരുദ്ധമായിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഫലം. ആന്റിബയോട്ടിക് പ്രതിരോധമൊക്കെ ഇല്ലേ, ആന്റിബയോട്ടിക്സ് പ്രതിരോധം, അതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് പേഷ്യൻസിനൊക്കെ എന്താ ഒരു കൗൺസിലിംഗ് കൊടുക്കാം. പിന്നെ നേഴ്സുമാർക്ക്, മെഡിക്കൽ സ്റ്റാഫിനൊക്കെ കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പൊ അതിൽ ഇത്രയും നോക്കിയാൽ മതി നമുക്ക്. ടു ആക്ട് ആസ് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ഫോർ മെഡിക്കൽ സ്റ്റാഫ്, നേഴ്സസ് ആൻഡ് ഫോർ പേഷ്യൻസ്. ഇവർക്കൊക്കെ ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ആക്ട് ചെയ്യണം. ഇനി പേഷ്യൻസിന് എങ്ങനെയാ ഡ്രഗ്സ് എങ്ങനെയാ ഉപയോഗിക്കുന്നത്, അതിന്റെ ആഫ്റ്റർ ഇഫക്ട്സുകള്, ടോക്സിസിറ്റി, അതായത് അതിന്റെ വിഷാംശം അല്ലെങ്കിൽ അങ്ങനെയുള്ള മരുന്നുകള്, പിന്നെ അതിന്റെ ഡ്രഗുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഹോസ്റ്റൈൽ എഫക്ട്, ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വിരുദ്ധമായിട്ടുള്ള ഫലം, അതിനെ കുറിച്ചൊക്കെ അവർക്കൊരു എന്ത് ചെയ്യാം, കൗൺസിലിംഗ് കൊടുക്കാം. ഓക്കെ. ഇനി അടുത്ത ഫോർത്ത് പോയിന്റില് to act as a source of information on drug utilization. ഡ്രഗിന്റെ ഉപയോഗം, ഡ്രഗിന്റെ ഉപയോഗത്തെ കുറിച്ചുള്ള വിവരങ്ങളുടെ ഒരു സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കാം. അതായത് നമ്മളിപ്പോ മരുന്നുകൾ നമ്മൾ പേഷ്യൻസ് വാങ്ങിച്ചു, അതിന്റെ ഉപയോഗമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇൻഫർമേഷന്റെ ഒരു ഉറവിടാണ്. നമുക്ക് അപ്പൊ ഫാർമസിയിൽ ചോദിച്ചിട്ട് നമുക്ക് ഡൗട്ട്സ് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എങ്കിൽ നമുക്ക് അവിടെ തന്നെ ക്ലിയർ ചെയ്യാം, അല്ലെ? ഒരു സോഴ്സ് ആണ്, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ഡ്രഗ് യൂട്ടിലൈസേഷൻ. ഡ്രഗ്സ് എന്ന് പറയുന്നത് മരുന്നിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, ഇൻഫർമേഷൻ തരുന്ന ഒരു സോഴ്സ് ആണ് ഫാർമസി. അതായിട്ട് പ്രവർത്തിക്കുക, അതാണ് ഒരു ഒബ്ജക്റ്റീവ് ആണ് ഫാർമസിയുടെ കേട്ടോ. ഡ്രഗ് ഇൻഫർമേഷൻ, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ഡ്രഗ് യൂട്ടിലൈസേഷൻ, ഡ്രഗ്സിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ തരുന്ന ഒരു സോഴ്സ്. അടുത്ത നോക്കിയേ, ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രോജക്ട്സ്. ടേക്ക് പാർട്ട് എന്ന് വെച്ചാൽ എന്താ, പങ്കെടുക്കുക. റിസർച്ച് പ്രോജക്ട്സ്, ഇപ്പൊ നമ്മള് പുതിയ പുതിയ മരുന്നുകളൊക്കെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള പ്രൊജക്ട് വർക്കിന്റെ ഒരു ഭാഗമാക്കുക, അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുക എന്നുള്ളത്. ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രോജക്ട്സ്, റിസർച്ച് ചെയ്യുമ്പോൾ അതിന്റെ ആ പ്രൊജക്റ്റില് പങ്കെടുക്കുക. അടുത്ത നോക്കിയേ, ടു ബ്രിങ് ഇൻ ടു പ്രാക്ടീസ് ഡിസിഷൻ ഓഫ് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഫംഗ്ഷൻസിൽ പറഞ്ഞു തന്നെയാണ്. To bring into practice decision of pharmacy and therapeutic committee, drug and therapeutic committee. ഇപ്പൊ ഫാർമസിയുടെ അല്ലെങ്കിൽ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ, ആ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ എന്ത് ചെയ്യുക, ബ്രിങ് ഇൻ ടു പ്രാക്ടീസ്, പ്രായോഗികമാക്കുക, അല്ലെങ്കിൽ അത് പ്രയോഗത്തില് നമുക്കത് എന്താ നടപ്പിലാക്കുക, പ്രായോഗികമാക്കുക. ഓക്കെ. ഫാർമസി അല്ലെ, അത് ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അതിന്റെ അവരെടുക്കുന്ന ഡിസിഷൻ, തീരുമാനങ്ങള് പ്രായോഗികമാക്കുക, അതായത് നടപ്പില് കൊണ്ടുവരിക. അടുത്ത് നോക്കിയേ, ടു കോർഡിനേറ്റ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഏകോപിപ്പിക്കാനും ആൻഡ് കോപ്പറേറ്റ് ചെയ്യുന്ന വെച്ചാൽ സഹകരിക്കുക. ഓക്കെ. To coordinate and cooperate with the other departments of the hospital. ഹോസ്പിറ്റലിലുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഏകോപിപ്പിക്കുകയും അത് അവര് കോപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സഹകരിക്കുകയും ചെയ്യുക. ഫാർമസി
ഒബ്ജക്റ്റീവ് കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ആ പറയുന്നത് ടു കോർഡിനേറ്റ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഏകോപിപ്പിക്കാനും അതുപോലെ തന്നെ സഹകരിക്കുകയും ചെയ്യുക. അടുത്ത ലാസ്റ്റ് പോയിന്റ് ടു ഡിസൈൻ ചെയ്യുക, രൂപകൽപ്പന ചെയ്യുക, ഓർഗനൈസ് സംഘടിപ്പിക്കുക, ആൻഡ് ഫുൾഫിൽ നിറവേറ്റുക. ഫുൾഫിൽ ചെയ്യാന്ന് വെച്ചാൽ നിറവേറ്റുക. ഫാർമസി പോളിസി പ്രൊസീജിയർ ഇൻ കീപ്പിംഗ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അപ്പൊ ഹോസ്പിറ്റലില് ഉള്ള ഒരു നയങ്ങളുണ്ടല്ലോ, ഹോസ്പിറ്റലിലെ സ്ഥാപിതമായിട്ടുള്ള നയമങ്ങൾക്ക് അനുസൃതമായിട്ട് ഈ ഫാർമസിയുടെ നടപടിക്രമങ്ങൾ എന്ത് ചെയ്യുക, രൂപകൽപ്പന ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഫുൾഫിൽ ചെയ്യുക, നിറവേറ്റുക. അപ്പൊ അത് എന്തിനു ബേസ് ചെയ്ത? ഫാർമസിക്ക് തന്നെ ആ ഒരു ഇതില്ല, അതായത് ഹോസ്പിറ്റലിലെ ആ പോളിസിക്ക് അനുസരിച്ച് സ്ഥാപിതമായിട്ടുള്ള ഹോസ്പിറ്റലിലെ പോളിസികൾ നയങ്ങൾക്ക് അനുസൃതമായിട്ട് ഫാർമസിയിലെ നടപടിക്രമങ്ങൾ അതിനനുസരിച്ചിട്ട് ഫാർമസിയിലെ പോളിസി പ്രൊസീജിയേഴ്സ് എന്ത് ചെയ്യുക, അത് ഡിസൈൻ ചെയ്യുക, അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യുക, അത് സംഘടിപ്പിക്കുക, ദെൻ അടുത്തത് പ്രായോഗികമാക്കുക, നിറവേറ്റുക, ഫുൾഫിൽ ചെയ്യുക. ഓക്കെ, അത്രയാണ് ഒബ്ജക്റ്റീവ്സ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി കേട്ടോ. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഇത് വായിച്ചാൽ മനസ്സിലാവില്ലേ നിങ്ങൾക്ക് ഇനി പോയിന്റ്സുകള്? ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് ഡിസൈൻ എന്ന് വെച്ചാൽ എന്താ? ഡിസൈൻ ചെയ്യുക, രൂപകൽപ്പന ചെയ്യുക. ഓർഗനൈസ് ചെയ്യാന്ന് വെച്ചാൽ സംഘടിപ്പിക്കുക. ഫുൾഫിൽ ചെയ്യാന്ന് വെച്ചാൽ നിറവേറ്റുക. മൂന്നിന്റെ മീനിങ് കിട്ടിയല്ലോ. എന്താ? ടു ഡിസൈൻ, ഓർഗനൈസ് ആൻഡ് ഫുൾഫിൽ ഫാർമസി പോളിസി പ്രൊസീജിയർ. ഫാർമസിയിലെ നടപടിക്രമങ്ങൾ അത് എന്ത് ചെയ്യുക? ഡിസൈൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഫുൾഫിൽ ചെയ്യുക. എങ്ങനെയാത്? ഇൻ കീപ്പിംഗ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ ഒരു പോളിസി പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ, ഹോസ്പിറ്റലിൽ കീപ്പ് ചെയ്യുന്ന സ്ഥാപിതമായിട്ടുള്ള പോളിസീസ്, ആ പോളിസികള്, ആ നയങ്ങൾക്ക് അനുസരിച്ചിട്ട് ഫാർമസിയിലെ പോളിസി പ്രൊസീജിയറുകള് അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യുക, അത് സംഘടിപ്പിക്കുക, അത് നിറവേറ്റുക. അപ്പൊ എപ്പോഴും ഹോസ്പിറ്റലിലെ പോളിസികള് വെച്ചിട്ട് വേണം ഹോസ്പിറ്റലിലുള്ള പോളിസീസിന് ഒക്കെ അനുസൃതമായിട്ട് ഫാർമസിയിലെ പോളിസി പ്രൊസീജിയറുകൾ ഡിസൈൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഫുൾഫിൽ ചെയ്യുക. ക്ലിയർ ആയോ ലാസ്റ്റ് പോയിന്റ്? ഓക്കെ, ഇനി അടുത്ത ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇതിനകത്ത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തൊട്ട് മുന്നത്തെ ബാച്ച് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫാർമസി ഡിപ്പാർട്ട്മെന്റ് ലൊക്കേറ്റഡ് ഇൻ ഡാഷ് ഫ്ലോർ. ഇത് ഫ്ലോറിലാ? ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഒന്നില്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലാകാം, അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലാകാം. മെയിൻ ഫാർമസി ആട്ടോ പറയുന്നത്. ഇപ്പൊ നമുക്ക് ഹോസ്പിറ്റലുകളിൽ ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസും കുഞ്ഞു കുഞ്ഞു ഫാർമസികളില്ലേ അല്ലെ? ഓരോ ഡിപ്പാർട്ട്മെന്റിലും കണ്ടു കഴിഞ്ഞപ്പോ അവിടെ തന്നെ നമുക്ക് ആ സെക്ഷനിൽ നിന്നുള്ള മരുന്ന് കിട്ടും ഇല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുണ്ട്. ഇത് മെയിൻ ഫാർമസിയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ കെയർ ചെയ്യുന്ന OPD തന്നെ വലിയ ഫാർമസി ഉണ്ടാവില്ലേ? എല്ലാ മരുന്നുകളും അവൈലബിൾ ആയിട്ടുള്ള ഫാർമസി ഉണ്ടാവും. എല്ലാ സെക്ഷനിലുള്ള മരുന്നുകളും കിട്ടുന്ന ഫാർമസി ഉണ്ടാവും. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഇപ്പൊ നമ്മളിപ്പോ ഓരോ സെക്ഷനിലും നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഓരോ സെക്ഷനും കണ്ടു കഴിഞ്ഞാൽ അതിനോട് ചേർന്ന് തന്നെ അതിന്റെ ഫാർമസി ഉണ്ട്. അപ്പൊ നമുക്ക് വേറെ ദൂരേക്കൊന്നും പോകണ്ട. അവിടെ നിന്ന് തന്നെ നമുക്ക് ആ ഡോക്ടറിനെ കണ്ടു, അവിടെ പ്രിസ്ക്രൈബ് ചെയ്തു, അപ്പൊ തന്നെ ആ ഫാർമസിയിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങാം. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇത് മാത്രമേ ഉള്ളൂ. ഏത് സെക്ഷനാ കാണുന്നത് ആ സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്ത മരുന്ന് മാത്രമേ ആ ഫാർമസിയിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ അല്ലേ? ഇത് മെയിൻ ഫാർമസി ആണ്. അപ്പൊ ഫാർമസി എവിടെ ലൊക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത്? ലൊക്കേറ്റഡ് ഇൻ ദ, ലൊക്കേഷൻ എവിടെയാണ്? ലൊക്കേറ്റഡ് ഇൻ ദ ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ. എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതിൽ ഓപ്ഷൻസ് എങ്ങനെയായിരുന്നു? ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, പിന്നെ മൂന്നാമത്തെ തേർഡ് ഫ്ലോറിനോ അങ്ങനെ എങ്ങാണ്ടായിരുന്നു കേട്ടോ. നൺ ഓഫ് ദ എബോവ്, അങ്ങനെ 4 ഓപ്ഷൻസ് ആ കൊടുത്തേ. അല്ല സോറി, അതില് ഫസ്റ്റ് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും തന്നിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ ബോത്ത് A and B എന്നായിരുന്നു.
എന്നിട്ട് നാലാമത്തെ ഓപ്ഷൻ ആണ് തേർഡ് ഫ്ലോറിന് കൊടുത്തേരുന്നത്. ഓക്കെ, അത് കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. ഫസ്റ്റ് ഫ്ലോറിലോ ഗ്രൗണ്ട് ഫ്ലോറിലോ ആകാം. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ സെന്റൻസ് വേഗം. Pharmacy located in the first floor or in the ground floor. Clear അല്ലേ? മെയിൻ ഫാർമസി ആണ്. ക്ലിയർ ആണ് അല്ലേ? പോയിന്റ് ക്ലിയർ അല്ലേ? യെസ്, ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി സെക്കൻഡ് പോയിന്റിൽ എന്താ പറഞ്ഞേക്കുന്നത്? ഓപ്പൺ ഫാർമസി ഷുഡ് ഹാവ് എ ഗ്രാൻഡ് അപ്പിയറൻസ് ആൻഡ് മസ്റ്റ് ഹാവ് ഇനഫ് സ്പേസ്. പേഷ്യന്റ് ഹു ഷുഡ് വെയിറ്റ് ഫോർ മെഡിസിൻസ്. നോക്കിയേ, ഒ പി ഫാർമസി നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ? നമ്മൾ ചെന്നൈയിൽ ഒ പി ഫാർമസി ഉണ്ട്, മെയിൻ ഫാർമസി. അതെങ്ങനെയാ? നല്ല ഗ്രാൻഡ് ആണ് അല്ലെ? വലിയ വിശാലമായി കിടക്കുന്നതാണ് അല്ലെ? ഒത്തിരി ഫാർമസിസ്റ്റുകൾ മരുന്നെടുത്ത് തരാന് പല പല വിൻഡോസ് അങ്ങനെയൊക്കെ ആയിട്ട് ഒരു വലിയൊരു അപ്പിയറൻസ്. എന്നുവെച്ചാൽ എല്ലാ സെക്ഷനിലേക്കുള്ള മരുന്ന് വലിയ ഫാർമസി ആയിരിക്കും ഒ പി ഫാർമസി എന്ന് പറയുന്നത്. ഒ പി ഫാർമസി ഷുഡ് ഹാവ് എ ഗ്രാൻഡ് അപ്പിയറൻസ്. ഒരു നല്ല ഗംഭീരമായിട്ടുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കണം അല്ലെ? ഫാർമസി നല്ല കാണാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ വലിയ അത്രയും ഫെസിലിറ്റിയും അത്രയും സ്റ്റാൻഡേർഡില് അതൊരു ഗ്രാൻഡ് അപ്പിയറൻസ് ആയിരിക്കണം. ഒരു ഗംഭീരമായിട്ടുള്ള പ്രത്യക്ഷത്തിൽ നമുക്ക് അത് നല്ലൊരു ഗംഭീരമായിരിക്കണം. ആൻഡ് മസ്റ്റ് ഹാവ് എ ഇനർ സ്പേസ് പേഷ്യന്റ് ഹു ഷുഡ് വെയിറ്റ് ഫോർ മെഡിക്കേഷൻസ്. ഇതെല്ലാം പറഞ്ഞേക്കുന്നേ. ആൻഡ് മസ്റ്റ് ഹാവ് എ ഇനർ സ്പേസ്. അവിടെ പേഷ്യൻസിന് മരുന്ന് മേടിക്കാനായിട്ട് ഇരിക്കും, വെയിറ്റ് ചെയ്യാനായിട്ട്. അതിന് ആവശ്യമായിട്ടുള്ള സ്പേസ് വേണം. കുറെ ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ടാവില്ലേ അവിടെ ഇരിക്കാൻ, വെയിറ്റ് ചെയ്യാനായിട്ട് അല്ലെ? ഫാർമസിയുടെ അവിടെ ഉണ്ടാവില്ലേ അതൊക്കെ ഇരിക്കാൻ. അപ്പൊ അങ്ങനെ വേണമെന്ന്. അല്ലെ പിന്നെ അവർക്കൊക്കെ വെയിറ്റ് ചെയ്യണ്ടേ? ഇപ്പൊ എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെയല്ലേ, നമ്മൾ ചീട്ടൊന്നും കൊണ്ടു കൊടുക്കണ്ട അല്ലെ? മിക്ക ഹോസ്പിറ്റലിലും ഇപ്പൊ ഇങ്ങനെ അഡ്വാൻസ്ഡ് ആണ്, ടെക്നോളജി ഡെവലപ്പ് ചെയ്തു. അപ്പൊ ഡോക്ടർ നേരെ സിസ്റ്റത്തിൽ അവിടെ നമ്മളെ മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളോട് പറയും താഴെ ഫാർമസിയിൽ നിന്ന് കളക്ട് ചെയ്തോ ഉള്ളത് അല്ലെ? ആ പ്രിസ്ക്രിപ്ഷൻസ് നേരെ വരും. അത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ, അതിന്റെയൊക്കെ ഡീറ്റെയിൽ പഠിക്കാനുണ്ട് ചാപ്റ്ററിൽ. അപ്പൊ നേരെ നമ്മൾ ഫാർമസിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫാർമസിയിൽ നമ്മുടെ ആ ടോക്കൺ നമ്പർ ഉണ്ട് അവിടെ അല്ലെ? ആ ടോക്കൺ നമ്പർ വരുമ്പോഴാണ് നമ്മുടെ പേരും അവിടെ പറയും. ടോക്കൺ നമ്പർ പേരൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ആ മെഡിസിൻസ് അവര് ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്തിട്ട് ടോക്കൺ നമ്പർ വിളിക്കുമ്പോ അല്ലെങ്കിൽ നമ്മുടെ പേര് വിളിക്കുമ്പോഴാണ് നമ്മൾ അവിടെ ചെന്ന് കളക്ട് ചെയ്യുന്നത്. അപ്പൊ അതുവരേക്കും പേഷ്യൻസിന് ഇരിക്കണം, വെയിറ്റ് ചെയ്യണം അല്ലെ? കുറെ സമയമൊക്കെ ആവും അല്ലെ? ഫാസ്റ്റ് ആണ്, കുറെ വിളിക്കുന്നുണ്ട്. ഓരോ സെക്ഷനുകളുണ്ട്, ഡെസ്കുകളുണ്ട്. എങ്കിലും നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ ആ വെയിറ്റ് ചെയ്യാനായിട്ട് പേഷ്യൻസിന് എന്ത് വേണമെന്നാ പറഞ്ഞേക്കുന്നേ? വെയിറ്റ് ചെയ്യാനായിട്ട് അതിനുള്ള സ്പേസ് വേണം. അപ്പൊ കുറച്ച് ഗ്രാൻഡ് ആയിരിക്കണം, നല്ല വിശാലമായിരിക്കണം അവിടെ. ഇനി ഒ പി ഡിസ് വെയിറ്റിംഗ് റൂം ഷുഡ് ഗീവ് എ പ്രൊഫഷണൽ ലുക്ക്. അപ്പൊ ഒ പി ഡിയുടെ വെയിറ്റിംഗ് റൂം എങ്ങനെയാ? അതൊരു പ്രൊഫഷണൽ ലുക്കാണ്. നല്ല ഭംഗിയല്ലേ നമുക്ക് പോയിരിക്കാനൊക്കെ അല്ലെ? നമ്മൾക്ക് താഴെ വേണമെങ്കിലും വന്നിരിക്കാം. അപ്പൊ പേഷ്യൻസിനെ ഒക്കെ കാണാനായിട്ടാണെങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് റൂമിൽ ഇരിക്കുന്നില്ല, കുറച്ചു നേരം നമ്മൾ അവരോട് സംസാരിച്ചിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഡോക്ടർ വന്നേക്കൊക്കെ ആണെങ്കിൽ നമുക്ക് താഴെ വന്ന് വെയിറ്റ് ചെയ്യാം അല്ലെ? ഒ പി ഡിയിൽ വന്ന് നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്, അവിടെ വന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലെ? അതൊരു എന്താ, ഒ പി ഡിയുടെ വെയിറ്റിംഗ് റൂം നമുക്കൊരു പ്രൊഫഷണൽ ലുക്കാ തരുന്നത് അല്ലെ? നല്ലൊരു ലുക്ക് തരും. പിന്നെ എന്ത് വേണമെന്നാ പറഞ്ഞേക്കണേ? ദർ ഷുഡ് ബി എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ് ഓൺ ഹെൽത്ത് ആൻഡ് ഹൈജീൻ. കണ്ടോ? നമുക്ക് ഹെൽത്ത്, ആരോഗ്യവും ശുചിത്വം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു എഡ്യൂക്കേഷൻ കിട്ടുന്ന തരത്തിലുള്ള പോസ്റ്റേഴ്സ് അവിടെ ഉണ്ടാവുമല്ലോ. പോസ്റ്ററുകൾ ഉണ്ടാവും. പിന്നെ ആൻഡ് ലിറ്ററേച്ചർ ഫോർ റീഡിങ്ങിനായിട്ടുള്ള പല പല മാഗസീൻസ്, പുസ്തകങ്ങളൊക്കെ ഉണ്ടാവൂലേ? ഹെൽത്ത് ആൻഡ് ഹൈജീൻ അല്ലേ? ഇല്ലേ? നിങ്ങളൊന്നും പോയി ഇങ്ങനെയൊന്നും ഇരുന്നിട്ടില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഒ പി ഫാർമസിയിൽ അവിടെ വേണം. അത് രണ്ടാമത്തെ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. അതിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫസ്റ്റ് നല്ലൊരു ഗ്രാൻഡ് അപ്പിയറൻസ് ആയിരിക്കണം എന്ന് പറഞ്ഞു. പിന്നെ പേഷ്യൻസിന് വെയിറ്റ് ചെയ്യാനായിട്ട് ആവശ്യത്തിനുള്ള സ്പേസ് വേണമെന്ന് പറഞ്ഞു. മെഡിസിൻസ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് പേഷ്യന്റിന് ഇരിക്കാൻ ആവശ്യമായിട്ടുള്ള സ്പേസ് വേണമെന്ന് പറഞ്ഞു. പിന്നെ ആ ഒ പി ഡിയുടെ വെയിറ്റിംഗ് റൂം ഒരു പ്രൊഫഷണൽ ലുക്ക് തരുന്നുണ്ട് അല്ലെ? നമുക്ക് നൽകുന്നുണ്ട്. പിന്നെ അവിടെ എന്ത് വേണം? എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ്, ഹെൽത്ത് ആൻഡ് ഹൈജീനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്ന രീതിയിലുള്ള പോസ്റ്ററുകൾ അവിടെ അവൈലബിൾ ആയിരിക്കണം. പിന്നെ ബുക്കുകൾ നമുക്ക് വായിക്കാം. കുറെ നേരം ഇരിക്കുമ്പോൾ നമുക്ക് ബോറടിക്കില്ലേ? അപ്പൊ വായിക്കാനായിട്ട് അതിനുള്ള മാഗസിൻസ്, ടെലിവിഷനും ഉണ്ട് അല്ലെ? ടി വി ഉണ്ടല്ലോ അല്ലെ? ഹെൽത്ത് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടി വി കാണാം. ഇതൊക്കെ നമുക്ക് ഒ പി ഡിയിൽ ഉണ്ടായിരിക്കും. ഓക്കെ,
അത്രയും കാര്യങ്ങൾ സെക്കൻഡ് പോയിന്റിൽ വരുന്നുണ്ട്. ഇനി നോക്കിയേ, തേർഡ് പോയിന്റ് എന്താ? suitable space must be given for regular manufacturing of stock solution. കേട്ടിട്ടുണ്ടോ സ്റ്റോക്ക് സൊല്യൂഷൻ? സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ്. ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് ഡ്രഗ്സ്, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് അങ്ങനെയുള്ള കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ്. ഹൈലി കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഓഫ് എ ഡ്രഗ്സ് ആണ് സ്റ്റോക്ക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ എന്ത് വേണം? സ്യൂട്ടബിൾ സ്പേസ്, ആവശ്യത്തിനുള്ള സ്പേസ് വേണം. എന്തിനാ? മസ്റ്റ് ബി ഗിവൺ ഫോർ റെഗുലർ മാനുഫാക്ചറിങ് ഓഫ് സ്റ്റോക്ക് സൊല്യൂഷൻ. ആ സ്റ്റോക്ക് സൊല്യൂഷൻ പതിവായിട്ട് മാനുഫാക്ചർ ചെയ്യാനായിട്ടുള്ള സ്പേസ് വേണം. നോക്കിയേ, സ്റ്റോക്ക് സൊല്യൂഷൻ കോമയുണ്ട് കേട്ടോ. പൗഡറുകള്, പിന്നെ ഓയിൽമെന്റ്സുകള്, ഓയിൽമെന്റ്സ്, ഇതൊക്കെ മാനുഫാക്ചർ നിർമ്മിക്കാനായിട്ട് അവിടെ ഒരു സ്പേസ് വേണം. ഫാർമസിയുടെ ഉള്ളിലിട്ട് ചെയ്യാൻ പറ്റൂല്ലോ. അപ്പൊ അതെവിടെയായിരിക്കണം? ദ മാനുഫാക്ചറിങ് റൂം ഷുഡ് ബി നിയർ ദ ഫാർമസി. മാനുഫാക്ചറിങ് റൂം എവിടെയായിരിക്കണം? ഫാർമസിയോട് ചേർന്നായിരിക്കണം. വലിയ വലിയ ഹോസ്പിറ്റലുകളുടെ കാര്യമൊക്കെ ആയിട്ട് പറയുന്നേ. ഇപ്പൊ ഫാർമസിയോട് ചേർന്ന് ഒരു മാനുഫാക്ചറിങ് റൂം ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് ഇങ്ങനെ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ, മെഡിസിൻ, ഡ്രഗ്സിന്റെ സൊല്യൂഷൻ, സ്റ്റോക്ക് സൊല്യൂഷൻ, പൗഡറുകള്, പല പൊടികളില്ലേ, പൗഡറുകള്, ഓയിൽമെന്റ്സ്, ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യാം. കുറെ മെഡിസിൻസ് തന്നെ അവിടെ നമുക്ക് മാനുഫാക്ചർ ചെയ്യാം ഹോസ്പിറ്റലിൽ തന്നെ. അപ്പൊ അങ്ങനെ ആ മെഡിസിൻസ് മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു റൂം വേണം. അതെവിടെയായിരിക്കണം? എവിടെയായിരിക്കണം? ദ മാനുഫാക്ചറിങ് റൂം ഷുഡ് ബി നിയർ ദ ഫാർമസി. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേത്. ദ മാനുഫാക്ചറിങ് റൂം ഷുഡ് ബി നിയർ ദ ഫാർമസി. ഫാർമസിയോട് ചേർന്നായിരിക്കണം. ഇനി അടുത്ത ഓഫീസ് ഓഫ് ദ ചീഫ്. ചീഫിനുള്ള ഓഫീസ്, അതായത് ഓഫീസ് ഓഫ് ചീഫ് എന്ന് പറഞ്ഞാൽ ഫാർമസിയുടെ ചീഫ്, ചീഫ് ഫാർമസിസ്റ്റ് ആണ് കേട്ടോ. അവർക്ക് ഇരിക്കാനുള്ള ഒരു ഓഫീസ് വേണം. ചീഫ് ഫാർമസിസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, ഫാർമസിസ്റ്റിന്റെ മിനിമം ക്വാളിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു, ബി ഫാം അല്ലെങ്കിൽ ടി ഫാം ആയിരിക്കണം. അതിനനുസരിച്ച് ക്വാളിഫൈഡ് ആയിട്ട് എം ഫാം ഒക്കെ, ഫാം ഡി, ഈ കോഴ്സ് ഒക്കെ അതൊക്കെ കഴിഞ്ഞവരുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവരുടെ പൊസിഷനിൽ വ്യത്യാസം ഉണ്ടാവും. ചീഫ് ഫാർമസിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായാലും എം ഫാം കഴിഞ്ഞ ആളായിരിക്കണം. ഹയസ്റ്റ് റാങ്കിങ് ഫാർമസിസ്റ്റ്, ഇതാണ് ഓഫീസ് ഓഫ് ദ ചീഫ് എന്ന് പറയുന്നത്. ഓഫീസ് ഓഫ് ദ ചീഫ് എന്ന് പറയുന്നത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ചീഫ് ഫാർമസിസ്റ്റ് അത് എന്തായാലും നിർബന്ധമായിട്ടും എം ഫാം കോഴ്സ് കഴിഞ്ഞിരിക്കണം, എം ഫാം കഴിഞ്ഞ ആളായിരിക്കണം. ഓക്കെ, ഇനി അടുത്ത നോക്കിയ പാക്കേജിങ് ആൻഡ് ലേബലിംഗ്. പാക്ക് ചെയ്യാനും ലേബൽ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഏരിയ വേണം. പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഏരിയ. ദെൻ കോൾഡ് സ്റ്റോറേജ് ഏരിയ. കോൾഡ് സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ എല്ലാ മരുന്നുകളും നമുക്ക് ഓപ്പൺ ആക്കി വെക്കാൻ പറ്റില്ല. ചില മരുന്നുകൾ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ട മരുന്നുണ്ട് അല്ലെ, വാക്സിൻസ്, ഹോർമോൺസ്, ഇങ്ങനെയുള്ള ചില മരുന്നുകള് നമ്മളാണെങ്കിലും ഇപ്പൊ ചില മരുന്നുകൾ മേടിക്കുമ്പോൾ ഇൻസുലിൻ, ശരിയാണ് കേട്ടോ, ഇൻസുലിനൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, പുറത്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകള് എന്ത് ചെയ്യണം? ഈ കോൾഡ് സ്റ്റോറേജ് ഏരിയയില്, അല്ലെങ്കിൽ കോൾഡ് സ്റ്റോറേജിൽ നമ്മൾ സൂക്ഷിക്കണം. അതിന് പ്രത്യേകം ഏരിയ ഉണ്ട്. കോൾഡ് ആന്റിബയോട്ടിക്സ്, കോൾഡ് സ്റ്റോറേജ് ഏരിയ, കോൾഡ് സ്റ്റോറേജ് ഏരിയാസ്. അപ്പൊ നമ്മളാണെങ്കിലും ചില മരുന്നുകൾ പറയും, ഡോക്ടർ പ്രത്യേകം പറയും അല്ലെ, അവര് അല്ലെങ്കിൽ എഴുതുമ്പോ പ്രിസ്ക്രൈബ് ചെയ്ത് നമുക്ക് മെഡിസിൻ തരുമ്പോ പറയും ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അല്ലെ. അങ്ങനെയുള്ള പൊടികളൊക്കെ മിക്കവാറും അത് നമ്മൾ വെള്ളം ഒഴിച്ച് അതിനകത്ത് തന്നെ ഉണ്ടാവുമല്ലോ, വാട്ടർ ഉണ്ടാവും. ആ വാട്ടർ ഒഴിച്ചിട്ട് നമ്മള് കുട്ടികൾക്കൊക്കെ നമ്മൾ പൊടി മരുന്നൊക്കെ സൊല്യൂഷൻ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം. പിന്നെ അത് പൊടി ഇതാക്കിയിട്ട് നമ്മൾ എന്താ സൊല്യൂഷൻ ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പുറത്ത് വെച്ചാൽ അതിന്റെ ഇതില്ല, നമുക്കത് കൊടുക്കുന്നതിനുള്ള ഇതില്ല, ആന്റിബയോട്ടിക്സ് ഒക്കെ, ശരിയാ. അപ്പൊ അതെന്ന് പറഞ്ഞാൽ നമ്മൾ പൊടി സിറപ്പ് ആക്കി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് അങ്ങനെ വെക്കാൻ പറ്റില്ല, അപ്പൊ അത് ഫ്രിഡ്ജിൽ വെക്കണം. അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഉണ്ട് കോൾഡ്, അതിനു വേണ്ടി ഈ കോൾഡ് സ്റ്റോറേജ് ഏരിയ ഉണ്ട്. ഓക്കെ, പിന്നെ റിസർച്ച് വിങ്. റിസർച്ച് വിങ് എന്ന് പറഞ്ഞാൽ ഗവേഷണ വിഭാഗം, മരുന്നുകൾ പുതിയത് കണ്ടെത്താനൊക്കെ ആയിട്ട് ഗവേഷണ സെക്ഷൻ ഉണ്ട്, ഗവേഷണ വിഭാഗം, ഗവേഷണ വിഭാഗം. അടുത്തത് ഫാർമസി സ്റ്റോർ റൂം. ഫാർമസിയിൽ സ്റ്റോർ റൂം ഉണ്ട്. ഓക്കെ, ഫാർമസി സ്റ്റോർ റൂം. നമ്മുടെ വീട്ടിലില്ലേ സ്റ്റോർ റൂമില്ലേ,
അല്ലാതെ ചില്ലറ പാത്രങ്ങള് സാധനങ്ങളൊക്കെ വാരി ഒഴിച്ച് സ്റ്റോർ റൂമിലാണ് ഇടുന്നത് അല്ലേ? സ്റ്റോർ റൂമില്ലേ എല്ലാവരുടെ വീട്ടിലൊക്കെ? ഫാർമസിയില് സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് സ്റ്റോർ റൂം വേണം. മെഡിസിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് ഫാർമസിയിൽ അതിന്റെ ഉള്ളിൽ വെക്കും. പിന്നെ അല്ലാത്ത എക്സ്ട്രാ ആയുള്ള മരുന്നുകളും ഒക്കെ ഉണ്ടല്ലോ, അത് അവരുടെ സ്റ്റോർ റൂമിലായിരിക്കും സൂക്ഷിച്ചേക്കണേ. ഓക്കെ, അത് പിന്നെ അടുത്ത ലൈബ്രറി വേണം. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത് അവിടെ? റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് കേട്ടിട്ടുണ്ടോ? റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. റേഡിയോ ഐസോട്ടോപ്പ് അവിടെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് പറയാം. റേഡിയോ ഐസോട്ടോപ്പ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ. ഡിസ്പെൻസ് ചെയ്യാന്ന് വെച്ചാൽ വിതരണം ചെയ്യുക. റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ് ആൻഡ് ഡിസ്പെൻസിങ് ഏരിയ, അത് വിതരണം ചെയ്യാനുള്ള ഏരിയയും വേണം. ഇവിടെ നോക്കിയേ, എന്താ റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞേക്കണേ? Unsteady form of a chemical element that release radiations since it breaks down and become more stable. ഇത് കോമൺ ആയിട്ട് പറഞ്ഞേക്കണേ കേട്ടോ, എന്താണ് റേഡിയോ ഐസോട്ടോപ്പ് എന്ന്. അതായത് നമ്മൾ റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റേബിൾ ഫോമില് കൂടുതൽ സ്ഥിരതയുള്ള ഒരു രൂപത്തിലേക്ക് നമുക്ക് മാറാൻ പരിവർത്തനം ചെയ്യുന്നതിനായി നമ്മൾ അത് റേഡിയേഷൻസ് വികിരണം റേഡിയേഷൻസ് പുറപ്പെടുവിക്കുന്ന ഒരു മൂലകത്തിന്റെ ഒരു അസ്ഥിരമായ രൂപം, അൺസ്റ്റഡി ഫോം ഓഫ് എ കെമിക്കൽ എലമെന്റ്, അതാണ് റേഡിയോ ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്. ഒരു മൂലകത്തിന്റെ എന്താണ് അസ്ഥിരമായ ഒരു രൂപം, അതാണ് റേഡിയോ ഐസോട്ടോപ്പ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഡെഫിനിഷൻ ആയിട്ടൊന്ന് നോട്ട് ചെയ്തിട്ട് കേട്ടോ, അത് വേണമെങ്കിൽ അത് അങ്ങനെ അതിൽ ചെന്നിട്ട് തന്നിട്ട് എന്താന്ന് വേണമെങ്കിൽ ചോദിക്കാം. അൺസ്റ്റഡി ഫോം ഓഫ് എ കെമിക്കൽ എലിമെന്റ്, ആ ഒരു മൂലകത്തിന്റെ അസ്ഥിരമായിട്ടുള്ള രൂപമാണ്. എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, കാർബൺ 14 ഒക്കെ റേഡിയോ ഐസോട്ടോപ്പ് ആണ്. ഇവിടെ നമ്മൾ കെമിക്കലി നമ്മള് എന്താ പറയാ മെഡിസിൻ ഫീൽഡിൽ ഉപയോഗിക്കുന്ന 2-3 എണ്ണത്തിന്റെ ഞാൻ പറഞ്ഞുതരാം എക്സാമ്പിൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി. നോക്കിയേ, ഇൻ മെഡിസിൻ they are used in imaging test and in treatment. അണ്ടർലൈൻ ചെയ്തു ആ സെന്റൻസ്. ഈ നമ്മള് മെഡിസിനില് റേഡിയോ ഐസോട്ടോപ്പ് എന്തിനാ ഉപയോഗിക്കണേ? യൂസ്ഡ് ഇൻ ഇമേജിംഗ് ടെസ്റ്റ്, ഇമേജ് ചെയ്യാൻ ടെസ്റ്റുകൾക്ക് ആ ഇമേജിംഗ് ടെസ്റ്റുകള് നമുക്ക് നോക്കാൻ. ആൻഡ് ഇൻ ട്രീറ്റ്മെന്റ്, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഡിസീസുകൾ ഡയഗ്നോസ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് മെഡിസിനില് ഈ റേഡിയോ ഐസോട്ടോപ്സ് ഉപയോഗിക്കും. അതിന് നമ്മൾ മെഡിസിനിൽ ഉപയോഗിക്കുന്ന റേഡിയോ ഐസോട്ടോപ്പ് ആണ് അയഡിൻ 131. ഒരെണ്ണം എക്സാമ്പിൾ ആട്ടോ, അയഡിൻ 131. അത് തൈറോയ്ഡ് ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റേഡിയോ ഐസോട്ടോപ്പ് ആണ്. അയഡിൻ 131. അയഡിൻ 131 ഇതിനാണ് തൈറോയ്ഡ് ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റേഡിയോ ഐസോട്ടോപ്പ് ആണ്. പിന്നെ താലിയം 201, 201 താലിയം, THALLIUM, താലിയം 201. അത് ഹാർട്ട് ഇമേജിംഗ്, ഹൃദയത്തിന്റെ ഇതൊക്കെ കാണിക്കാനായിട്ട് ഹാർട്ട് ഇമേജിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹാർട്ട് ഇമേജിംഗ്. പിന്നെ ഗാലിയം 67, ട്യൂമർ ഡിറ്റക്ട് ചെയ്യാൻ, ട്യൂമർ ഡിറ്റക്ഷൻ. ഓക്കെ, ഇതൊക്കെ ഒരു റേഡിയോ ഐസോട്ടോപ്പിന് കുറച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞെന്നുള്ളൂ. ഇതൊന്നും എക്സാമ്പിളൊന്നും ചോദിക്കൂല കേട്ടോ, എങ്കിലൊന്ന് മനസ്സിലാക്കി വെക്കണമല്ലോ നമ്മൾ പഠിക്കുമ്പോൾ. അപ്പൊ ഈ റേഡിയോ ഐസോട്ടോപ്പ് ഇപ്പൊ നമ്മൾ 2-3 എക്സാമ്പിൾ പറഞ്ഞു. അയഡിൻ 131, താലിയം 201, ഗാലിയം 67. അപ്പൊ ഇങ്ങനെയുള്ള ഈ റേഡിയോ ഐസോട്ടോപ്പുകളൊക്കെ മെഡിസിനിൽ എന്തിനാ ഉപയോഗിക്കുന്നേ? ഇമേജിംഗ് ടെസ്റ്റ് ആൻഡ് ട്രീറ്റ്മെന്റ്. കിട്ടിയോ? അത് സെന്റൻസ് കിട്ടിയോ? ഈ മെഡിസിനില് റേഡിയോ ഐസോട്ടോപ്പുകള് നമ്മൾ ടെസ്റ്റുകൾ ഡയഗ്നോസ് ചെയ്യാൻ, ഡിസീസ് ഡയഗ്നോസ് ചെയ്യാനും അതുപോലെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഈ റേഡിയോ ഐസോട്ടോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി നോക്കിയേ, ഓൾ റേഡിയോ ഐസോട്ടോപ്സ് ഷുഡ് ബി സ്റ്റോർഡ് ഇൻ എ സെക്യൂർ. ഇനി ഇത് എങ്ങനെയാ? നമുക്ക് തോന്നിയ രീതിയിൽ വെക്കാൻ പറ്റില്ല. ഈ റേഡിയോ ഐസോട്ടോപ്പുകളൊക്കെ എങ്ങനെയായിരിക്കണം? സെക്യൂർ, സുരക്ഷിതമായിട്ട് വെക്കണം. അങ്ങനെ വെക്കണം, സെക്യൂർ ആയിട്ട് സുരക്ഷിതമായിട്ട് വെക്കണം. when they are not in use. അപ്പൊ നമ്മളത് ഉപയോഗിക്കാത്തപ്പോഴും ഈ റേഡിയോ ഐസോട്ടോപ്പുകൾ ഉപയോഗിക്കാത്തപ്പോഴും ഈ
റേഡിയോ ഐസോട്ടോപ്സുകൾ എന്ത് ചെയ്യണം? അത് സെക്യൂർ ആയിട്ട് സുരക്ഷിതമായിട്ട് വെക്കണം. ഉപയോഗിക്കാത്തപ്പോഴും സുരക്ഷിതമായിട്ട് വെക്കണം. ഇഫ് ദേ ആർ സ്റ്റോർഡ് ഇൻ ലബോറട്ടറി, ഇനി നമ്മൾ ലാബില് ഈ റേഡിയോ ഐസോട്ടോപ്പ് സൂക്ഷിക്കുകയാണെങ്കിൽ the lab must be locked when they are not in use. ലാബ് എന്ത് ചെയ്യണം? ലോക്ക് ചെയ്യണം. കണ്ടോ? ലാബിലാണ് സൂക്ഷിക്കുന്നതെങ്കിൽ നമ്മളത് ഉപയോഗിക്കാത്ത സമയത്ത്, ലാബില് നമ്മൾ പ്രവർത്തിക്കാത്ത സമയത്തൊക്കെ നമ്മൾ ലാബ് എന്ത് ചെയ്യണം? ലോക്ക് ചെയ്ത് വെക്കണം. ഓക്കെ. If the isotope is stored in refrigerator, ഇനി നമ്മൾ റെഫ്രിജറേറ്ററിലാണ്, ഫ്രിഡ്ജിലാണ് ഈ റേഡിയോ ഐസോട്ടോപ്പ് സൂക്ഷിക്കണമെങ്കിൽ, ഓർ ഫ്രീസേഴ്സ്, അല്ലെങ്കിൽ ഫ്രീസറിലോ റെഫ്രിജറേറ്ററിലോ ആണ് ഈ റേഡിയോ ഐസോട്ടോപ്പ് സൂക്ഷിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നോക്കിയേ, ഓർ ഹാൾവേ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇടനാഴി, ഹോൾവേ, ഇടനാഴിയിലോ അല്ലെങ്കിൽ ലാബില്, ഫ്രിഡ്ജിലോ റെഫ്രിജറേറ്ററിലൊക്കെയാണ്, അത് ഫ്രീസറിലൊക്കെയാണ് സൂക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദ റെഫ്രിജറേറ്റർ ഓർ ഫ്രീസർ മസ്റ്റ് ബി ലോക്ക്. എന്ത് ചെയ്യണം? അത് എവിടെയും സൂക്ഷിക്കണമെന്ന് വെച്ചാൽ അത് ലോക്ക് ചെയ്ത് വെക്കണം. എന്തിനാ? സെക്യൂർ ആയിട്ട് വെക്കേണ്ട സാധനമാണ് അത്. ക്ലിയർ ആയോ? അത് ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അതിനകത്തുനിന്ന് ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ നിങ്ങൾ. 10th പോയിന്റ് ഒന്ന് നോട്ട് ചെയ്തോ. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. നമുക്ക് അതിനകത്ത് റേഡിയോ ഐസോട്ടോപ്പ് എന്താന്ന് ചോദിക്കാം. പിന്നെ അതിനകത്ത് റേഡിയോ ഐസോട്ടോപ്പ് മെഡിസിൻസിൽ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെക്കാം. ഇമേജിംഗ് ടെസ്റ്റ് ആൻഡ് ട്രീറ്റ്മെന്റിൽ ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ റേഡിയോ ഐസോട്ടോപ്പ് എപ്പോഴും സെക്യൂർ ആയിട്ട് വെക്കണം. നമ്മളിപ്പോ ലാബിലാണെങ്കിൽ നമുക്ക് ലാബ് നോക്കിയിട്ട് വെക്കാം. ഇനി ഫ്രീസറിലോ റെഫ്രിജറേറ്ററിലോ ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഹോൾവേ, ഇടനാഴിയിലൊക്കെ ആണെങ്കിൽ എന്താ പറയാ, നമ്മള് ലാബിലോ ഇടനാഴിയിലോ ഒക്കെ റെഫ്രിജറേറ്ററിലോ ഫ്രീസറിലോ ഒക്കെയാണ് സൂക്ഷിക്കണമെങ്കിൽ റെഫ്രിജറേറ്റർ അല്ലെങ്കിൽ ഫ്രീസർ എന്ത് ചെയ്യണം? ലോക്ക് ചെയ്ത് വെക്കണം. അപ്പൊ അത്രയാണ് ആ സെക്ഷനിൽ വരുന്നത് കേട്ടോ, ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്നത്. ക്ലിയർ ആയോ? നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ട് ആർക്കെങ്കിലും ഒക്കെ? എന്റെ ഒച്ചയായിട്ടിട്ട് ഉറക്കം വരുന്നുണ്ടോ? നല്ല ചൂടുണ്ടല്ലേ? ചൂടെടുക്കണ്ട? ആ, ഇല്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ വെള്ളം കുടിക്കാം കേട്ടോ. ഇടയ്ക്കൊക്കെ ഇപ്പൊ പഠിക്കാനിരിക്കുമ്പോഴാണെങ്കിലും ഇടയ്ക്ക് നിങ്ങൾ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെക്കാം. ഇത്രയൊക്കെ കഴിയുമ്പോ ഇടയ്ക്കൊന്ന് വെള്ളമൊക്കെ കുടിക്കുക കേട്ടോ. ഭയങ്കര ചൂടാണ്, ക്ഷീണം ഉണ്ടാവും. പിന്നെ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. ഇത്രയേറെ കിടക്കാനോ ഉറങ്ങാനൊക്കെ തോന്നും. പക്ഷെ ക്ലാസ്സിൽ കയറാൻ പറ്റുന്നവര് നോമ്പാണ് മിസ്. ഓ നോമ്പാണ്. മുസ്ലിംസ് കുട്ടികൾക്കൊക്കെ ഇപ്പൊ നോമ്പാണല്ലേ? ഇവിടുത്തെ മിസ് നോമ്പൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ വെള്ളം കുടിക്കാൻ പറ്റില്ല അല്ലെ? ഓക്കെ. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാം കേട്ടോ. ക്ഷീണം ഇല്ലാത്ത രീതിയിൽ ജ്യൂസൊക്കെ കുടിക്കാം. ഫ്രൂട്ട്സ് ഒക്കെ മേടിച്ച് ജ്യൂസൊക്കെ കുടിക്കാം. നട്ട്സുകളൊക്കെ കഴിക്കാം. അപ്പൊ നമുക്ക് അത്രയും അങ്ങനെ ക്ഷീണം വരൂല കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾക്ക് ആ സമയം, നിങ്ങളുടെ ആ ടൈമിനുള്ളിലൊക്കെ കഴിക്കാം. ബാക്കിയുള്ള കുട്ടികളൊക്കെ വെള്ളമൊക്കെ എടുത്തു വെച്ച് ഇടയ്ക്കൊക്കെ ഇത്തിരി വെള്ളമൊക്കെ കുടിക്കാം. ഓക്കെ. ഇനി അടുത്തത് നമ്മള് എക്യുപ്മെന്റ്സിലേക്ക് കടക്കുന്നത്. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. അത് ലാബോറട്ടറിയിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എക്യുപ്മെന്റ്സ് നീഡഡ് ഇൻ ദ ഹോസ്പിറ്റൽ ഫാർമസി കൺസിസ്റ്റ് ഓഫ്. ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉൾക്കൊള്ളുന്ന എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഫസ്റ്റത്തെയാണ് പ്രിസ്ക്രിപ്ഷൻ കേസ്. പ്രിസ്ക്രിപ്ഷൻ വെക്കാനുള്ള ട്രേ. ഒരു ട്രെയിലല്ലേ വെക്കുന്നത്? അത് സിസ്റ്റത്തിലാണ് എങ്കിലും നമ്മുടെ ചീറ്റായിട്ടാണ് നമ്മുടെ കയ്യിൽ അത് ഇരിക്കണമെങ്കിൽ ആ പ്രിസ്ക്രിപ്ഷൻ ഒരു ട്രെയിലാണ് വെക്കുന്നത് അല്ലെ? പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ വെക്കാനുള്ള ട്രേ. ഓക്കെ, പ്രിസ്ക്രിപ്ഷൻ കേസ്. ഇനി അടുത്ത് നോക്കിയേ, ഡ്രഗ് സ്റ്റോക്ക് കബോർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ്. ഡ്രഗ് സ്റ്റോക്ക് കബോർഡ്, മരുന്നുകള് നമ്മൾ സ്റ്റോക്ക് ചെയ്യണ്ടേ? ഓരോ കബോർഡുകളിലായിരിക്കും വെച്ചേക്കുന്നത്. ഓരോ സെക്ഷൻ തിരിച്ച് ഓരോ മരുന്നുകള് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ്. പ്രോപ്പർ ആയിട്ടുള്ള ഷെൽഫ്സില് ഡ്രോയേഴ്സിലൊക്കെ നമ്മള് ഡ്രഗ് മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യുന്നത്. എല്ലാ മരുന്നും കൂട്ടിക്കൊഴിച്ച് വാരി വലിച്ചല്ല ഇട്ടേക്കുന്നത്. എന്താ, അത് ഓർഡർ അനുസരിച്ചൊക്കെ അത് പഠിക്കാനുണ്ട്. അതിനകത്ത് കുറച്ച് ജനറൽ ഡ്രഗ്സ് ഒക്കെ ആണെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ വെക്കണം എന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ആൽഫബറ്റിക്കലി നമുക്ക് എടുക്കാൻ എളുപ്പത്തിനും ഒക്കെ ആ ഒരു
എന്താ പറയാ, ഷെൽഫ്സിൽ പ്രോപ്പർ ആയിട്ടുള്ള ഷെൽഫ്സ്, ഡ്രോയേഴ്സിലൊക്കെ ആ കബോർഡുകളിൽ മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യണം. അതിന് വേണ്ടിയുള്ള കബോർഡുകൾ, സാധനങ്ങളൊക്കെ. പിന്നെ സെക്ഷണൽ ഡ്രോയേഴ്സ് ക്യാബിനറ്റ് വിത്ത് കബോർഡ് ബേസ്, ഒരു കബോർഡ് ബേസ് ഉള്ള സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ്, അതായത് സെക്ഷൻ തിരിച്ച് ഓരോ ഡ്രോയറുകളുണ്ട്, ഓരോ സെക്ഷനുകളൊക്കെ പ്രത്യേകം വേറെ വേറെ ഡ്രോയേഴ്സ് ഉണ്ട്. അപ്പൊ അതിലായിരിക്കും ആ സെക്ഷൻ മെഡിസിൻസ് ഒക്കെ വെച്ചേക്കുന്നത്. അപ്പൊ അങ്ങനെ സെക്ഷണൽ ഡ്രോയർ ക്യാബിനറ്റ്സ് ഉണ്ട്. പിന്നെ അടുത്ത വർക്ക് ടേബിൾസ് ആൻഡ് കൗണ്ടേഴ്സ് ഫോർ റെഗുലർ ഡിസ്പെൻസിങ്. വർക്ക് ടേബിളുകളും നമ്മൾ റെഗുലർ ആയിട്ട് ഇത് ഡിസ്പെൻസ് ചെയ്യുന്ന മരുന്നുകൾ വിതരണം ചെയ്യാനൊക്കെ ആയിട്ട് അവർക്കിടെ എഴുതാനോ അങ്ങനെ എന്തെങ്കിലും അവരുടെ ഒരു വർക്ക് ടേബിൾ ഉണ്ട്. വർക്ക് ടേബിളുകളും കൗണ്ടറുകളും. വർക്ക് ടേബിൾസ് ആൻഡ് കൗണ്ടേഴ്സ് ഫോർ റെഗുലർ ഡിസ്പെൻസിങ്. ഓരോ കൗണ്ടറിൽ കൂടെ അല്ലേ നമുക്ക് മരുന്നുകളൊക്കെ തന്നെ, ഓരോ കുഞ്ഞു കുഞ്ഞു വിൻഡോയിൽ കൂടെ ഓരോ കൗണ്ടറിൽ കൂടെ അല്ലേ. കൗണ്ടർ നമ്പർ 1, അപ്പൊ അതിനകത്ത് ആ ടോക്കൺ നമ്പർ ഉള്ളവര്, കൗണ്ടർ നമ്പർ 2 അല്ലെ. അപ്പൊ നമ്മള് ഇത് ടോക്കൺ ഒക്കെ എടുത്തു കഴിയുമ്പോൾ ഇന്ന കൗണ്ടറിൽ വരാം അല്ലെ, സെക്കൻഡ് കൗണ്ടറിൽ നിന്ന് മരുന്ന് കളക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. പിന്നെ പറഞ്ഞേക്കുന്നേ, നമ്മളതിനകത്ത് നമ്മള് സ്ഥിരമായിട്ട് മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യാനായിട്ട് വർക്ക് ടേബിളുകളും കൗണ്ടറുകളും വേണം. പിന്നെ അടുത്തതാണ് സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്. സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്. സിങ്ക് മാത്രം ഇതിങ്ങനെ ഇതൊക്കെ കഴുകാനായിട്ട് സിങ്ക് വേണം. ഓരോ ബോട്ടിലുകൾ അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് വാഷ് ചെയ്യാനായിട്ട് സിങ്ക് വേണം. പിന്നെ വിത്ത് ഡ്രെയിൻ ബോർഡ്. ഡ്രെയിൻ ബോർഡ് എന്ന് പറഞ്ഞാൽ അത് കഴുകിയിട്ട് ഈ സിങ്കിന്റെ ഒപ്പം തന്നെ കഴുകി വെക്കാനുള്ള ഒരു ഏരിയ ഉണ്ടാവും. ഇപ്പൊ ന്യൂ ഇതായിട്ട് നമുക്ക് അങ്ങനെയുള്ള സിങ്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ വെക്കണ്ടല്ലേ അല്ലെ. അടുക്കളയിലൊക്കെ വിസ്താരമായിട്ടുള്ള ഇപ്പൊ 2-3 അടുക്കളയൊക്കെ ഉള്ള വീടുകളാണ്. അപ്പൊ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പൊ വലിയ സിങ്ക് വെക്കണേരില്ലേ, ഒരു സെക്ഷനിൽ നമുക്ക് കൈയും കഴുകാം, കൈയല്ല ജസ്റ്റ് പാത്രമൊക്കെ ആണെങ്കിൽ കഴുകി വെക്കാം സിങ്കില്. and അതിനോട് ചേർന്ന് തന്നെ കുറച്ച് സ്പേസ് ഉണ്ടാവും, അവിടെ കഴുകിയ പാത്രങ്ങൾ കമത്തി വെക്കാനുള്ളതും സ്റ്റീലിന്റെ ഒക്കെ അങ്ങനത്തെ ഇല്ലേ. ഇപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ? സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്. അതെ, അതുപോലത്തെ. അതായത് കഴുകുകയും ചെയ്യാം, അതിന്റെ ഒരു ഏരിയ അത് നമുക്കത് കഴുകിയ സാധനം വെക്കാൻ വേണ്ടിയിട്ടുള്ള ഏരിയ. ഓക്കെ, അങ്ങനത്തെ സംവിധാനം ഉണ്ട്. പിന്നെ ഡബിൾ ബേസ് അല്ലെ. ഓക്കെ, ഡബിൾ ബേസ് ആയിട്ടുള്ളത്. അടുത്ത നോക്കിയേ, ക്യാബിനറ്റ് ടു സ്റ്റോർ മോട്ടോർസ് ആൻഡ് പിസ്റ്റൽസ്. മോട്ടോർ പിസ്റ്റൽ കേട്ടിട്ടുണ്ടോ? ഈ മരുന്ന് പൊടിക്കാനും ഒക്കെ കല്ല്, മരുന്നൊക്കെ പൊടിച്ചെടുക്കാനൊക്കെ ഉള്ള കല്ല്. നമ്മള് വീട്ടിലൊക്കെ ഉള്ളിയൊക്കെ ചതയ്ക്കൂലേ, വീട്ടിൽ അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനം ഉണ്ടല്ലോ. അപ്പൊ അമ്മിക്കല്ലൊന്നും ആർക്കടെ വീട്ടിലൊന്നും ഇല്ല അല്ലെ. അതൊക്കെ ഓൾഡ് ഫാഷൻ ആണ്. ഇപ്പൊ എല്ലാവരും അടുക്കളയിൽ ഒരു കുഞ്ഞ് ഇടിക്കാനൊക്കെ ഉള്ളിയൊക്കെ മുളകൊക്കെ ചതയ്ക്കാനായിട്ട് ഒരു പിസ്റ്റൽ മോട്ടോർ ഇല്ലേ, അതുപോലത്തെ. ഇവിടെ അത് എന്തിനാ, നമ്മൾ മരുന്നുകൾ പൊടിക്കാനൊക്കെ ആയിട്ട് ക്യാബിനറ്റില് എന്തുണ്ട്, മോട്ടോർ പിസ്റ്റലുകൾ ഉണ്ട്. സംഭവം മനസ്സിലായി നിങ്ങൾക്ക്? മരുന്ന് പൊടിക്കാനൊക്കെ ഉള്ള കല്ല്. ഓക്കെ, ബേസ് ഉണ്ടാവും, അതിനകത്ത് ഇങ്ങനെ നമ്മൾ ഇത് വെച്ചിട്ട് ഇങ്ങനെ പൊടിക്കാം. അത് കുഞ്ഞുരൽ. ശരിയാ. ഓക്കെ, അങ്ങനത്തെ സാധനമുണ്ട്. പിന്നെ അടുത്ത് നോക്കിയേ, കബോർഡ് ഫോർ ഗ്ലാസ് യൂട്ടൻസിൽസ്, ഫ്ലാസ്ക്, ഫണൽ, ബീക്കർ. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ വെക്കാനായിട്ട് കബോർഡ് ഉണ്ട്. ഗ്ലാസിന്റെ പാത്രങ്ങള്, ഫ്ലാസ്കുകള്, ഫണലുകള് ആൻഡ് ബീക്കേഴ്സ്. ഇപ്പൊ നമ്മൾ ബീക്കറും ഫണലൊക്കെ വേണമല്ലോ, റിസർച്ച് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ മരുന്നുകൾ കണ്ടുപിടിക്കാനും ഒക്കെ ആയിട്ടൊക്കെ. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന പാത്രങ്ങള്, ഫണല്, ഫ്ലാസ്കുകള്, ഇതെല്ലാം വെക്കാനായിട്ട് എന്ത് വേണം? കബോർഡ് വേണം. ഓക്കെ, കബോർഡ്. അടുത്തത് പറഞ്ഞേക്കുന്നത് റെഫ്രിജറേറ്റർ ഓഫ് സ്യൂട്ടബിൾ കപ്പാസിറ്റി. ഇതിനൊക്കെ മരുന്നുകളൊക്കെ റെഫ്രിജറേറ്ററിൽ വെക്കുന്ന മരുന്നുകളൊക്കെ ഇല്ലേ, അപ്പൊ അതൊക്കെ വെക്കാനായിട്ട് എന്ത് വേണം? നമ്മള് റെഫ്രിജറേറ്റർ, സ്യൂട്ടബിൾ കപ്പാസിറ്റിയിലുള്ള റെഫ്രിജറേറ്ററുകൾ വേണം. ഇതൊക്കെ എക്യുപ്മെന്റ്സിൽ തന്നെയാട്ടോ, റെഫ്രിജറേറ്റേഴ്സ് ഓഫ് സ്യൂട്ടബിൾ കപ്പാസിറ്റി. അടുത്തത് നാർക്കോട്ടിക് സീൽസ് വിത്ത് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സ്. എന്താണ് ഇത്? അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫാർമസി ആണല്ലേ. അതെ, അഡ്വാൻസ്ഡ് എല്ലാം ഇതെല്ലാം നമ്മൾ പറഞ്ഞില്ലേ, തൊട്ടടുത്ത് തന്നെ റിസർച്ചും ഇത് സംഭവങ്ങളൊക്കെ ഉള്ള ഇച്ചിരി കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലാബോറട്ടറിയിലെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെ നോർമൽ ഫാർമസിയില്
അത് നമ്മൾ ആ ഇതിന്റെ അനുസരിച്ച് കണ്ടിട്ടില്ല അല്ലെ. നോർമൽ ഫാർമസിയിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല, അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാ കുറച്ചും കൂടി. ഇപ്പൊ നമ്മള് ചെറിയ ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ ഒരു കുഞ്ഞു റൂം തന്നെ ഫാർമസി അല്ലെ, അവിടെ തന്നെ എല്ലാ മരുന്നുകളും സംഭവങ്ങളൊക്കെ തരുന്നത്. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണെന്ന് മനസ്സിൽ വിചാരിക്കുക. ഇനി അടുത്ത നോക്കി, എന്തായാലും റെഫ്രിജറേറ്റർ ഒക്കെ ഉണ്ടാവും എല്ലായിടത്തും അല്ലെ, ഫ്രിഡ്ജിൽ വെക്കേണ്ട മരുന്നുകളൊക്കെ ഉണ്ടാവും. അടുത്തത് നാർക്കോട്ടിക് സേഫ് വിത്ത് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സ്. നാർക്കോട്ടിക് ട്രിക്സ് ഇല്ലേ, എന്താ പെയിൻ കില്ലർ ആയിട്ട് ഉപയോഗിക്കുന്ന, വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളില്ലേ, നാർക്കോട്ടിക് ട്രിക്സ്, മോർഫിൻ, പെത്തഡിൻ, ഇതിങ്ങനെയുള്ള മരുന്നുകൾ, വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ, പെയിൻ കില്ലർ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ. എക്സാമ്പിൾ അത് നിങ്ങൾക്ക് പഠിക്കാണ്ട് കേട്ടോ, പിന്നെ അടുത്ത സെക്ഷനിൽ പഠിക്കാണ്ട് മോർഫിൻ, പെത്തഡിൻ ഒക്കെ. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ എന്ത് ചെയ്യണം, സേഫ് വിത്ത് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സ്. അപ്പൊ അങ്ങനെയുള്ള നാർക്കോട്ടിക് മരുന്നുകള്, ഡ്രഗ്സുകള് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സിൽ വെക്കണം. നാർക്കോട്ടിക് മരുന്നുകൾ, ഡ്രഗ്സുകള് സെപ്പറേറ്റ് ആയിട്ട്, അത് മറ്റുള്ള മരുന്നിന്റെ ഒന്നും കൂടെ വെക്കാൻ പാടില്ല, അത് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സിൽ വെക്കണം. ഇനി അടുത്തത് ഓഫീസ് ഡെസ്ക് വിത്ത് ടെലിഫോൺ കണക്ഷൻ ആൻഡ് ഫയൽ ക്യാബിനറ്റ്. അടുത്ത് നോക്കിയ ഓഫീസ് ഡെസ്ക്, ഒരു ഓഫീസ് ഡെസ്ക് വേണം. എന്തിനാ, വിത്ത് എന്തുകൂടെ, വിത്ത് ടെലിഫോൺ കണക്ഷൻ, ടെലിഫോൺ കണക്ഷനുള്ള ഫയലുകളൊക്കെ വെക്കുന്ന ഫയൽ ക്യാബിനറ്റ്സ് ഒക്കെ ഉള്ള ഒരു ഓഫീസ് ഡെസ്ക് വേണം. നമുക്ക് പല സെക്ഷനിൽ നിന്നും കോളുകൾ വരും അല്ലെ, ഫാർമസിയിലേക്ക് പല ഇതിൽ വരും. അപ്പൊ അതിനു വേണ്ടി ടെലിഫോൺ കണക്ഷനും ഫയലുകളും ഫയൽ ക്യാബിനറ്റ് ഒക്കെ ഉള്ള ഓഫീസ് ഡെസ്ക് വേണം. പിന്നെ അടുത്ത് നോക്കി, ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നേഴ്സസ്. ഒന്ന് കറക്റ്റ് ചെയ്തത്, നേഴ്സ് എന്നാട്ടോ, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, അത് നേഴ്സസ് എന്നാക്കുക, NURSES. ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നേഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യൻസ്. ഡിസ്പെൻസിങ് വിൻഡോ, അതായത് മരുന്നുകൾ വിതരണം ചെയ്യാൻ ഒരു വിൻഡോയിൽ കൂടിയല്ലേ നമുക്ക് തരുന്നത്. നേഴ്സുകളിലും ഔട്ട് പേഷ്യൻസിനൊക്കെ മരുന്നുകൾ കൊടുക്കാനായിട്ട് ഒരു ഡിസ്പെൻസിങ് വിൻഡോ വേണം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ആ എക്യുപ്മെന്റ്സിൽ വന്നേക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി പെട്ടെന്ന് നമുക്ക് പറയാം. ഇനി എന്നാ അടുത്ത സെക്ഷൻ നാളെ എടുത്താൽ മതി. എല്ലാവരും ക്ഷീണമൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അല്ലെ, 5 മിനിറ്റ് കൂടി അല്ലേ ഉള്ളൂ. പെട്ടെന്ന് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. എന്തൊക്കെ എക്യുപ്മെന്റ്സുകളാണ് ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കിയത്. അതിൽ ഫസ്റ്റ് പറഞ്ഞു, പ്രിസ്ക്രിപ്ഷൻസ് വെക്കാനുള്ള ഒരു കേസ് വേണം, ഒരു ട്രേ, കേസ് എന്ന് പറഞ്ഞ ട്രേ, പ്രിസ്ക്രിപ്ഷൻസ് വെക്കാനുള്ള ഒരു ട്രേ വേണം. പിന്നെ ഡ്രഗ് സ്റ്റോക്ക് കബോർഡ്, ഡ്രഗുകൾ മരുന്നുകൾ സ്റ്റോർ ചെയ്യുന്ന കബോർഡ്, അത് എന്തുകൂടെ വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ് ഉൾപ്പെടെയുള്ള സ്റ്റോക്ക് കബോർഡുകൾ വേണം. പിന്നെ ഓരോ സെക്ഷൻ തിരിച്ചിട്ടുള്ള സെക്ഷണൽ ഡ്രോയറുകൾ, ക്യാബിനറ്റ്സ്, ഇത് കബോർഡ് ബേസ് ഉള്ള സെക്ഷണൽ ഡ്രോയറുകൾ, ക്യാബിനറ്റ് വേണം. പിന്നെ വർക്ക് ടേബിൾ വേണം, വർക്ക് ടേബിൾസ് ആൻഡ് കൗണ്ടേഴ്സ്, മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യാനായിട്ട് പതിവായിട്ട് വിതരണം ചെയ്യാൻ വർക്ക് ടേബിളുകളും കൗണ്ടറുകളും വേണം. പിന്നെ പറഞ്ഞു സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്, സിങ്ക് കഴുകാനും അതിന്റെ ഒപ്പം തന്നെ കഴുകിയത് എടുത്ത് വെക്കാനും ഡബിൾ ബേസ് ഉള്ള സിങ്ക് വിത്ത് കബോർഡ് വേണം. പിന്നെ അടുത്തത് ഈ മോട്ടോർ പിസ്റ്റലൊക്കെ സ്റ്റോർ ചെയ്യാനുള്ള ക്യാബിനറ്റ് വേണം. പിന്നെ കബോർഡ് വേണം, ഗ്ലാസ് പാത്രങ്ങള്, ഫ്ലാസ്കുകള്, ഫണല്, ബീക്കറ്, ഇതെല്ലാം സൂക്ഷിച്ചു വെക്കാനുള്ള കബോർഡ് വേണം. പിന്നെ അടുത്തത് റെഫ്രിജറേറ്റർ, സ്യൂട്ടബിൾ ക്വാളിറ്റിയിലുള്ള നമ്മള് എന്താണ് സ്യൂട്ടബിൾ കപ്പാസിറ്റിയിലുള്ള റെഫ്രിജറേറ്ററുകൾ വേണം. പിന്നെ നാർക്കോട്ടിക് ഡ്രഗ്സ്, അത് പെയിൻ കില്ലർ ആയിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകൾ, മോർഫിൻ, പെത്തഡിൻ, ഇങ്ങനെയുള്ള മരുന്നുകൾ, അത് നമ്മൾ മറ്റുള്ളതിന്റെ കൂടെ കൂട്ടിക്കൊഴിച്ചൊന്നും ഇടാൻ പാടില്ല. അതെന്ത് ചെയ്യുക, അത് പ്രത്യേകം നമ്മൾ സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സിൽ തന്നെ അത് സൂക്ഷിക്കണം, അതിനുള്ള ഇത് വേണം. പിന്നെ അടുത്തത് ടെലിഫോൺ കണക്ഷൻ, ഫയൽ ക്യാബിനറ്റ്സ് ഒക്കെ ഉള്ള ഓഫീസ് ഡെസ്ക് വേണം. പിന്നെ അടുത്തത് നേഴ്സുകൾക്കും ഔട്ട് പേഷ്യൻസിനും ഈ മെഡിസിൻസ് ഒക്കെ ഡിസ്പെൻസ് ചെയ്യാനുള്ള എന്ത് വിൻഡോയും കൂടി വേണം. ക്ലിയർ ആയില്ലേ ഇത്ര എക്യുപ്മെന്റ്സ്? ഓക്കെ ആണോ? ഓക്കെ, യെസ്. ഇന്ന് രണ്ടുപേരൊക്കെ ഓക്കെ ഇട്ടാ ഒരുവിധമൊക്കെ എല്ലാവർക്കും ഒരു പുക പോലൊക്കെ എന്തായാലും മനസ്സിൽ കയറിയിട്ടുണ്ടാവും. ഇനി ഒരു പ്രാവശ്യം കൂടി ഒന്ന് വായിച്ചു വെച്ചാൽ മതി, പിന്നെ നിങ്ങൾ ഓക്കെ ആണ്. നമ്മൾ റെഗുലർ ആയിട്ട് ക്ലാസ് കാണുന്നവർക്ക്, അല്ലാത്തവരും ഉണ്ട് കേട്ടോ, റെക്കോർഡ് ക്ലാസ് കാണുന്നവരും ഇഷ്ടം പോലെ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നവരും ഉണ്ട്. അവര്
പ്രോപ്പർ ആയിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ആൻസർ ഓൾറെഡി ഉണ്ട്, അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്തെടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പൊ നമ്മുടെ ചാപ്റ്റർ തീരുന്നതിന്റെ ജസ്റ്റ് റിവിഷൻ കിട്ടുവാണെങ്കിൽ ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഞാനൊന്ന് ചെയ്തു തരാം കേട്ടോ, ചെയ്യിക്കാം. നമുക്ക് ക്ലാസ്സിൽ തന്നെ ഇരുന്ന് ചെയ്യും. അപ്പൊ മൊത്തത്തിൽ നമ്മൾ എടുത്ത ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് തരാം എക്സാം ആകുമ്പോഴത്തേക്കും. അതുകൊണ്ട് എക്സാമിനെ കുറിച്ചൊന്നും ഓർത്തൊന്നും ആരും വിഷമിക്കണ്ട. എന്റെ സപ്പോർട്ടീവ് ആണ്, സപ്പോർട്ട് ചെയ്ത് തരാം. മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന ഇവിടെ ഇരുന്ന് ചെയ്ത് തരാൻ പറ്റുന്ന എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് ചെയ്ത് തന്നേക്കാം. ഓക്കെ ഓക്കെ അല്ലേ? ഹാപ്പിയാണോ എല്ലാവരും? ഓക്കെ ആണോ? യെസ്. പിന്നെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ അധികം സംസാരിക്കാത്തത്, അതിനുള്ള സമയം ഇല്ലാത്ത ഫുള്ള് മ്യൂട്ട് ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളോട് ഒരു ഇഷ്ടക്കുറവോ ഒന്നും ഉള്ളത് കൊണ്ടല്ല കേട്ടോ, മനസ്സിലാക്കണേ. അപ്പൊ നമ്മൾ എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ആയിരിക്കും. എങ്കിലും നിങ്ങൾ ഇവിടെ കിട്ടുന്ന മെസ്സേജുകളും എല്ലാത്തിനും തന്നെ റിപ്ലൈ അടിക്കുന്നുണ്ട്. മനസ്സിലായില്ലെങ്കിലോ ഒന്നോട് പറയാനോ എല്ലാം നമ്മൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ മെസ്സേജിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ കയറുന്ന കുട്ടികളെ സ്ഥിരം നമുക്ക് അറിയാൻ പറ്റും. പിന്നെ റെസ്പോണ്ട് ചെയ്യുന്നവരെയൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. എല്ലാവരെയും നമുക്ക് ഫിംഗർ ആണ്, നിങ്ങളൊക്കെ ആളുകളെ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പേരുകൾ എന്തായാലും സ്ക്രീനിലുണ്ട്. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ഇതായിട്ടിരിക്കുക. നിങ്ങൾക്ക് ഓക്കെ അല്ലേ പിള്ളേരെ? നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ തുറന്ന് പറയണം കേട്ടോ. ക്ലിയർ അല്ലെങ്കിൽ ക്ലിയർ അല്ല എന്ന് തന്നെ പറയണം. എങ്കിലാണ് നമുക്കത് മനസ്സിലാക്കി കുറച്ചും കൂടി മനസ്സിലാക്കിയിട്ട് തരാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നെ കുറെയൊക്കെ നമ്മൾ കൂടുതൽ സമയം നിങ്ങൾ തന്നെ കണ്ടുകൊണ്ടിരിക്കണം അല്ലേ? നമ്മൾ കൂടുതൽ ക്ലാസ്സിൽ കാണേണ്ട. ആഴ്ചയിൽ 3 ദിവസം ഞാൻ വരുന്നുണ്ട് അല്ലേ? കൂടുതൽ തന്നെയാണ് കാണണം. ഓക്കെ, അപ്പൊ ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത മൺഡേ നോക്കാം കേട്ടോ. ഓക്കെ, ബൈ.